മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി പറയുന്നത് ഒരു ക്യാമ്പുകളിലും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങളെ അവഹേളിക്കുന്നതാണല്ലോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാ കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലെ ദുരവസ്ഥ തുറന്നു പറയുകയാണ് UDF ഭരിക്കുന്ന കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ്. ക്യാമ്പിൽ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. ഇന്നാണെങ്കിൽ വെള്ളമില്ലെന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ ആളുകൾ ക്യാമ്പിലുണ്ടെന്നും കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ കഴിയണമെന്നും പറയേണ്ട അവസ്ഥയിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എത്തുകയാണ്. AP ഗോപി എന്ന UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഗതികേട് ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാ ആ വാട്സ്ആപ്പ് സന്ദേശം പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഞങ്ങൾ നൽകുന്നു. ക്യാമ്പിൽ കഴിയാൻ വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അതായത് വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഇന്നാണ് തന്നെ രാവിലെ വെള്ളമില്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്ങ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുന്ന ക്യാമ്പുകളിലെ അവസ്ഥയാണ് നിങ്ങളോട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നത്. ക്യാമ്പിൽ ഒരു സൗകര്യവുമില്ല, കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ല. പിന്നെ എന്ത് സൗകര്യങ്ങളാണ് സാർ ഈ മഴക്കെടുതിയിൽപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ ഒരുക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങളുമായി സരോജനോടൊപ്പം ചേരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ മഴക്കെടുതിയേക്കാൾ വലിയ ദുരന്തമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിന് തുറന്നു പറയേണ്ടി വരികയാണ് ക്യാമ്പിൽ ഒരു സൗകര്യവുമില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന്. ഇതിൽ പരം എന്താണ് നമ്മൾ ഈ വിഷയത്തിൽ പറയേണ്ടത് സനോജ്? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയം ജില്ലയിൽ കിഴക്കൻ മേഖലയിലുണ്ടായ അതികഠിനമായ മഴയെ തുടർന്ന് പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായി അവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കൂടുതൽ വെള്ളം പലയിടങ്ങളിലേക്കും ഒഴുകിയെത്തി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. അതിലേറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് കുമരകം, ആർപ്പൂക്കര, ഐമനം, തിരുവാർപ്പ പോലെയുള്ള പഞ്ചായത്തുകളാണ്. അതിൽ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള AP ഗോപി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ പുറത്തു നമ്മൾ വിട്ടത്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശമാണ്. ആ സന്ദേശത്തിൽ പറയുന്നത് ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അതുകൊണ്ട് ക്യാമ്പിൽ സൗകര്യം കുറവാണ്, അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അവിടെ കഴിയണം, അതുകൊണ്ട് ക്യാമ്പിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം വാട്സാപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചത്. ഈ സന്ദേശം വ്യക്തത വരുത്താൻ വേണ്ടി അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്യാമ്പിൽ വന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ, അതുകൊണ്ട് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യണം. ആ ഒരു ധാരണയിൽ ആളുകൾ ക്യാമ്പിലേക്ക് വ്യാപകമായി വരാൻ തയ്യാറാകുന്നു. അതുകൊണ്ട് അവർക്ക് നിർദ്ദേശം നൽകിയതാണ്. വെള്ളമില്ലാത്തതിൻ്റെ കാരണം വാട്ടർ അതോറിറ്റി വെള്ളം അടിക്കുന്നില്ല, കറണ്ടില്ലാത്തതിന് കാരണം കറണ്ട് ഓണാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടത്, വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടത്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമാണല്ലോ. അപ്പോൾ അതിന് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് പറഞ്ഞു വരികയാണ്. അത് മുൻ അനുഭവം 2018 നമ്മുടെ അനുഭവം പരിശോധിക്കുകയാണെങ്കിൽ 2018 സമാനമായ രീതിയിൽ കുമരകം പഞ്ചായത്ത് പ്രളയത്തിലകപ്പെട്ടപ്പോൾ അവിടുത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള KB ബിന്ദുവിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയത് 17ഓളം ക്യാമ്പുകളാണെന്ന് കുമരകം പഞ്ചായത്തിൽ മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കുമരകം പഞ്ചായത്തിലുള്ളത് 3 ക്യാമ്പുകൾ മാത്രമാണ്. ആ 3 ക്യാമ്പിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങി അവിടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ്. അതുണ്ടായില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധിക്ക് കാരണം. മാത്രമല്ല ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുപ്പിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ എത്തുന്നുണ്ട്, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ അതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ പായ് ഉൾപ്പെടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, കിടക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവിടെ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ എത്തിച്ചു നൽകിയതുകൊണ്ടാണ് അവിടെ ആളുകൾക്ക് കിടക്കാൻ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് ആ ക്യാമ്പിലുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ക്യാമ്പിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതുകൊണ്ട് ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യമില്ല, മതിയായ വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവിടെ കൂടുതൽ ആളുകൾ എത്തിയപ്പോൾ അതിനുവേണ്ടിയുള്ള സൗകര്യമില്ല. അതൊക്കെ ഒരു വസ്തുതയാണ്. ആ വസ്തുത നിലനിൽക്കുമ്പോൾ അതിനെ പരിഹരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് പരിഹരിക്കപ്പെടേണ്ടത് കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങി ആ ക്യാമ്പുകളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് മുൻകാല അനുഭവം. അത് ഇത്തവണ സരോജ മുൻകാല അനുഭവം പറയുമ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
മുഖ്യമന്ത്രി പറഞ്ഞത് 150-ൽ കൂടുതൽ ആളുകൾ ഒരു ക്യാമ്പിലുണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്ത ക്യാമ്പ് ആരംഭിക്കും, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതാ സനോജ് തന്നെ പറയുന്നു, കുമരകത്താകെ 3 ക്യാമ്പുകളാണുള്ളത്. ആ ക്യാമ്പുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യർ അവിടെ ഇപ്പോൾ തങ്ങുന്നുണ്ട്. അതാണ് പ്രശ്നത്തിന് കാരണം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണോ? മുഖ്യമന്ത്രി പറഞ്ഞത് 150-ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഉടൻ പുതിയ ക്യാമ്പ് ആരംഭിക്കും, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ കേരളത്തോട് തെറ്റായ വിവരം പങ്കുവയ്ക്കുകയായിരുന്നോ മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുമരകത്ത് യാഥാർത്ഥ്യമാവുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഗോപിയുടെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത്. അദ്ദേഹം നിസ്സഹായനായി പറയുകയാണ്, വാട്സാപ്പ് സന്ദേശത്തിലൂടെ പറയുകയാണ്, ഇവിടെ സൗകര്യങ്ങളില്ല, ഇവിടെ വെള്ളമില്ല, ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യങ്ങളില്ല, അതുകൊണ്ട് വീട്ടിൽ കഴിയാൻ പറ്റുന്ന ആളുകൾ വീട്ടിൽ തന്നെ തുടരുക, ക്യാമ്പിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ വാർഡിലെ ജനങ്ങളോട് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ക്യാമ്പ് ഒരുക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ആളാണ് ഇത്തരത്തിൽ സന്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി വരുമ്പോൾ വീട്ടിൽ കഴിയാൻ പറ്റത്തില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എവിടേക്ക് പോകുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പടിഞ്ഞാറൻ മേഖലയിലെ പല പ്രദേശങ്ങളും, താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയാണ്.